ഏതാണ്ട് 2 ആഴ്ചയോളം അല്ലെങ്കിൽ അതിന് മുകളിലായിട്ടുണ്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മൂവി റിവ്യൂ അല്ലെങ്കിൽ സീരീസ് റിവ്യൂ ചെയ്തിട്ട്. ആൻഡ് അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഇന്നാണ് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ മൂവി കാണാൻ സാധിച്ചിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള ആനിം ഫാൻസിന് വളരെയധികം എക്സ്പെക്ടേഷനോട് കൂടി കാത്തിരുന്ന ഒരു മൂവി തന്നെയായിരുന്നു ഇത്. ആൻഡ് ഈ ഒരു മൂവിയുടെ റിലീസിന് മുന്നേ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ക്രേസും അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാനുള്ള ആ ഒരു എന്താ പറയുക മൊത്തത്തിലുള്ള ഒരു റഷൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പലരും. ആൻഡ് ഈ സിനിമയൊക്കെ ഏർലി മോർണിംഗ് ഷോസ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ഊഹിക്കാം ഈ സിനിമയ്ക്കുള്ള ഒരു ക്രേസ് എന്താണെന്നുള്ളത്. ആൻഡ് ഈ പടം നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു റഷ് എന്തുകൊണ്ടാണെന്നുള്ളത്. ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് തന്നെയാണ്. അല്ലെങ്കിൽ ചില പടങ്ങൾ നമുക്ക് തിയേറ്ററിൽ നിന്ന് തരുന്ന ഒരു പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഫീൽ ഉണ്ട്. അതിനേക്കാൾ അപ്പുറം നമുക്ക് അതിൽ നിന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ടാവും. ആൻഡ് അതെല്ലാം ഓഫർ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ്ലി ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അതിനെ വെറും ഗംഭീരെന്നോ എക്സ്ട്രാordinary എന്നോ മാത്രം പറഞ്ഞാൽ പോരാ. ആൻഡ് അതിന്റെ ഫീൽ എന്താണെന്നുള്ളത് നമുക്ക് ആ പടം അല്ലെ അതുപോലെ തന്നെ അതിന് മുമ്പ് ആ സീരീസും കണ്ടാൽ മനസ്സിലാവും. ശരിക്കും പറഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ നിങ്ങളിന്ന് കൊണ്ടുപോവാണ്. 2 വീക്സ് മുന്നെയാണ് ഞാൻ ഈ ഒരു സിനിമയുടെ റിലേറ്റഡ് ആയിട്ട് ഞാൻ ഡീമൺ സ്ലെയർ കണ്ടു തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ അതിനു മുമ്പ് ഞാൻ ആനിമ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാൻ ചെയിൻസോ മാനും അതുപോലെ തന്നെ അറ്റാക്ക് ഓൺ ടൈറ്റനും കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഡീമൺ സ്ലെയർ എന്തുകൊണ്ടാണ് ഇത് ഇത്രത്തോളം പീക്ക് ആയിട്ടുള്ള ഒരു സംഭവം ആണെന്ന് പറയാൻ കാരണം എന്നറിയാൻ വേണ്ടി ഒന്ന് കണ്ടു തുടങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫ്ലോ എങ്ങനെയാണ് എന്നെ കൊണ്ടുപോയതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ചില സീനിലൊക്കെ എന്നെ ഇരുത്തി ചിന്തിപ്പിക്കുകയും അല്ലെങ്കിൽ ഞാനിപ്പോൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയല്ല ഇതിലത്തെ ഒരു ലീഡിങ് ക്യാരക്ടറിനെ കാണിക്കുന്നത് അല്ലെങ്കിൽ അതിൽ വരുന്ന പല ക്യാരക്ടേഴ്സിനെയും കാണിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ എങ്ങനെ ബിൽഡ് ചെയ്ത് അതിന്റെ ഒരു പീക്ക് ഫോമിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിനുള്ള പക്ക റെഫറൻസ് സംഭവമാണ് ഡീമൺ സ്ലെയർ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഒരു ആനിം ബുക്കോ അല്ലെങ്കിൽ ആ ഒരു ആനിം വായിച്ചിട്ടുള്ള ഒരുപാട് പേരുകൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാം. പക്ഷേ എനിക്കിത് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പീക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത്. അതെങ്കിൽ ഒരു ആനിം എന്നുള്ളതിന്റെ ആ ഒരു ഫീൽ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു സീരീസ് കൊണ്ടാണ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഈ ഒരു സീരീസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് പലർക്കും പല ക്യാരക്ടേഴ്സ് ആയിരിക്കും. ചിലർക്ക് ടാൻജിറോ ആവും, അല്ലെങ്കിൽ നെസുക്കോ ആവാം, അല്ലെങ്കിൽ ഇനോസ്കെ, സെനിറ്റ്സു, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷെ എന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇരുത്തി ചിന്തിപ്പിച്ചതും അത്രത്തോളം ഇൻസ്പയർ ആയിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് റിങ്കോക്കു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. എന്താ പറയണ്ടേ, ആ ഒരു ക്യാരക്ടർ പറയുന്ന ചില പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ നമുക്കിനി ഒന്നുമില്ല, നമ്മൾ ഇവിടെ തീർന്നു, അല്ലെങ്കിൽ ഈ ഒരു ലിമിറ്റിൽ നിന്ന് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളെ ഡിഫൈൻ ചെയ്യാൻ പല ആൾക്കാരും നമ്മുടെ ചുറ്റും ഉണ്ടാവും. ആ ഒരു ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമുക്ക് എങ്ങനെ വീണ്ടും പീക്ക് ഫോമിലേക്ക് നമ്മളൊക്കെ എത്താം എന്നുള്ളതിന്റെ ഒരു പക്ക ഒരു റെഫറൻസ് ഗൈഡ് തന്നെയാണ് ഈ ഒരു ആനിം എന്ന് പറയാനായിട്ട്. എന്നുവെച്ചാൽ ഇതിലുള്ള ചില സീക്വൻസുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തകർന്ന് തരിപ്പണ ഇനി ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇല്ല എന്ന് നമുക്ക് തോട്ട് വരുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അവിടെ നിന്നും നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മളെ സ്നേഹിക്കുന്നവരും അല്ലെങ്കിൽ നമുക്ക് ഹോപ്പ് തരുന്നവരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളൊരു മെസ്സേജ് കൂടി ഇതിലുള്ള പല സീക്വൻസും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഡീമൺസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ബാരിയേഴ്സ് അവരുടെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ. പക്ഷേ ഇതിന്റെ മേക്കിംഗ് സ്റ്റൈൽ, ഇതിലെ ക്യാരക്ടേഴ്സിന്റെ ആർക്ക് ആൻഡ് അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ആനിമേഷൻ സ്റ്റൈൽ, ഫൈറ്റിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ ആ ഫൈറ്റിംഗ് ടെക്നിക്സിലൊക്കെ ഇവർ യൂസ് ചെയ്യുന്ന ചില ഒരു ബ്രീത്തിങ് ടെക്നിക് എന്നൊക്കെ പറയാം. കാരണം ഡീമൺസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രീത്തിങ് ടെക്നിക്കൊക്കെ എത്ര നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് എത്ര നമ്മുടെ കണ്ണിനെയൊക്കെ അത്രത്തോളം അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആനിമേഷൻ സ്റ്റൈൽസ് അതെല്ലാം തന്നെ നല്ല ഗംഭീരമായിട്ട് എടുത്തു വെച്ചു. നമ്മളിപ്പോൾ ഓരോ എപ്പിസോഡ്സ് അല്ലെങ്കിൽ ഓരോ സീസൺസ് വരെ നമ്മൾ വിചാരിക്കും ഓക്കെ ഇവർക്ക് ഡീൽ ചെയ്യേണ്ടി വന്ന ഏറ്റവും ടഫസ്റ്റ് വില്ലൻ ഇതാണ് നമ്മൾ വിചാരിക്കും. പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞ് വരുന്ന വേറൊരു വില്ലന്മാരായിരിക്കും ഇതിനേക്കാൾ മുകളിൽ നിൽക്കുക. ആൻഡ് അങ്ങനെ 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 ഇതിന്റെ മെയിൻ വില്ലനെ കൊണ്ട് അല്ലെങ്കിൽ ആ മെയിൻ വില്ലന് കൊടുത്തിട്ടുള്ള ഒരു പീക്ക് ആയിട്ടുള്ള ഒരു ബിൽഡപ്പ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ചില സിനിമകളിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില വില്ലന്മാർക്ക് കൊടുക്കുന്ന ബിൽഡപ്പും ആ വില്ലന്മാരെ കാണിക്കും അല്ലെങ്കിൽ ആ വില്ലന്മാരെ സ്ക്രീനിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ബിൽഡപ്പ് ഒക്കെ വെറുതെ പൊള്ളയായിരുന്നല്ലേ എന്ന് നമ്മൾ പറയും. പക്ഷെ ഇവിടെ ആ വില്ലനുള്ള ബിൽഡപ്പ് അല്ലെങ്കിൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ടെറർ ഫീലൊക്കെ ഉണ്ട്. ആ വേൾഡ് സെറ്റപ്പ് തന്നെ നമ്മൾ പഠിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ റീസെന്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ റിലീസായ മഹാവതാർ നരസിംഹ എന്ന് പറയുന്ന മൂവി, അതിന്റെ ഒരു ആനിമേഷൻ സ്റ്റൈലൊക്കെ വെച്ച് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഒരു മൂവിയായിരുന്നു. ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതുപോലുള്ള പടങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പടത്തിന് കിട്ടിയ ഒരു അപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു ആനിമേഷൻ സ്റ്റൈൽ അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്റ്റോറി സ്റ്റൈൽ, ടെല്ലിംഗ് സ്റ്റൈൽ അതിനൊക്കെയാണ്. ആൻഡ് ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതൊരു ആനിം അല്ലേ, കാർട്ടൂൺ അല്ലേ, ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് നിങ്ങൾ ഇത് തള്ളിക്കളഞ്ഞ് കാണാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനൊന്നേ ഉള്ളൂ, ഒരു എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കുക.
ആ ഒരു എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇതിന്റെ ഫസ്റ്റ് സീസൺ ഫസ്റ്റ് എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് പിന്നൊരു പോക്കാണ്. ആൻഡ് ആ ഒരു ഗ്രാഫ് ഇങ്ങനെ ഉയർന്നേ പോകുള്ളൂ, താഴ്ന്നില്ല എവിടെയും. ഓരോ ക്യാരക്ടേഴ്സിനെയും കൊണ്ട് എഴുതി വെച്ചിട്ടുള്ള സ്റ്റൈലും, അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ചില ഡീമൺസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കങ്ങനെ കൊല്ലവനെ എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അഡ്രിനാലിൻ റഷ് തരുന്നതായിട്ടുള്ള ചില മൊമെന്റ്സ് ഉണ്ട്. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ ഇവരുടെ ആ ഒരു ബാക്ക് സ്റ്റോറികളൊക്കെ കറക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് ആ ഒരു ഇമോഷൻ എവിടെയും വെറുതെ കളയാതെ, ഓക്കെ ഇതൊരു കാർട്ടൂൺ ആണല്ലോ, വെറുതെ എന്തിനാണ് ഇതൊക്കെ കണ്ടിട്ട് എന്നുള്ളൊരു തോന്നലില്ലാതെ ആ ഒരു ഇമോഷനും അല്ലെങ്കിൽ ആ ഒരു എക്സിക്യൂഷൻ സ്റ്റൈലിനും കൊടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ ഒരു ക്വാളിറ്റി, ആ ഒരു ടോപ്പ് ക്ലാസ് ക്വാളിറ്റി എന്നൊക്കെ പറയില്ലേ, അത് ഇവിടെ എല്ലായിടത്തും തറോലി അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ പടത്തിലേക്ക് വരികയാണെങ്കിൽ ഇൻഫിനിറ്റി കാസിൽ എന്ന് പറയുന്ന ആ ഒരു ഡീമൺസിന്റെ ഒരു വേൾഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു കലൈഡോസ്കോപ്പിലത്തെ ആ ഒരു അറേഞ്ച്മെന്റ്സ് പോലെയാണ് പല സീനിൽ നമുക്ക് കാണാം. അതിന്റെ ഒരു ജിയോമെട്രിയും അതിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഓരോ ഡീമൺസിനെയും കൊണ്ട് വെച്ചിട്ടുള്ളത് വെറുതെ അല്ല, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള പർപ്പസ് ഉണ്ട്. അല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ, രണ്ട് ഡീമണും ഒരു വാരിയറും ഒരു ഡീമൺ സ്ലെയറും മീറ്റ് ചെയ്യുമ്പോൾ അവർക്കിടയിലുള്ള ആ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഈഗോ ക്ലാഷ് എന്ന് പറയേണ്ട എല്ലാ തരത്തിലുള്ള ഹ്യൂമൻ ഇമോഷൻസിനെയും പക്ക ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പടം ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇതിപ്പോ സീരീസിന് ശേഷം ഒരു ട്രിളജി ആയിട്ടാണ് ഇവർ മൂവി റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പൊ തന്നെ ഇതിന്റെ ഒരു ഫസ്റ്റ് വേർഷൻ ആണ് ഇൻഫിനിറ്റി ഗാസിനാണ് ഇപ്പൊ റിലീസ് ആയിട്ടുള്ളത്. ഇനി അടുത്ത 2 വേർഷൻസ് ഇനി അടുത്ത അപ്കമിങ് ഇയേഴ്സിൽ റിലീസ് ചെയ്യുന്നതാണ് ഇതിന്റെ മേക്കേഴ്സിന്റെ അടുത്ത് നിന്ന് അറിയാൻ പറ്റിയിട്ടുള്ളത്. സോ നിങ്ങൾ പടം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ഇപ്പോഴും വൈകിട്ടില്ല. നിങ്ങളുടെ വീടിനടുത്തുള്ള നിങ്ങളുടെ ഹോം ടൗണിലുള്ള നല്ലൊരു തിയേറ്റർ തന്നെ സെലക്ട് ചെയ്തിട്ട് പോയി കാണാൻ ശ്രമിക്കുക. നല്ലൊരു ക്രൗഡഡ് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരിക്കും പടം ഓഫർ ചെയ്യുക. സോ ഡോണ്ട് മിസ് ദിസ് വിഷ്വൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു ടോപ്പ് ക്ലാസ് എക്സ്പീരിയൻസിനെ പറയാനുള്ളൂ. ആൻഡ് നമ്മുടെ ലൈഫിൽ ചില റിമാർക്കബിൾ ആയിട്ടുള്ള ചില സിഗ്നേച്ചർ പതിപ്പിച്ചിട്ടുള്ള മൂവീസും സീരീസും ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും. ആൻഡ് അതിൽ ഞാൻ എന്നും എന്നും ഓർത്തിരിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും ഡീമൺ സ്ലെയർ. സോ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണാം. ആൻഡ് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ, എനിക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഒരു സീരീസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയ ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസിലും നമ്മൾ തകർന്ന് തരിപ്പണായിട്ട് നമ്മൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് നമുക്ക് തോന്നുന്ന ചില ഡിസിഷൻസ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ എടുക്കാനുള്ള ഒരു ധൈര്യവും, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരുപാട് ക്യോട്ട്സും ഈ ഒരു സീരീസിലൂടെയും മൂവിയിലൂടെയും ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ എവിടെയൊക്കെയോ ഇത് നമ്മൾ തന്നെയല്ലേ എന്ന് നമ്മളെ കൊണ്ട് തന്നെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാജിക്കും ഈ ഒരു ആനിമൽ ഉണ്ട്. സോ തീർച്ചയായിട്ടും കാണാം. ഡോണ്ട് മിസ് ഇറ്റ്.